ലഹരി എന്ന് പറയുന്നത് നമ്മളുടെ സൈക്കോ ആക്ടിവിസത്തിന്, അതായത് നമ്മുടെ സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് എന്നാണെന്ന് പറയുന്നത് നമ്മൾ. അപ്പൊ സൈക്കോളജിക്കലി അതിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോളിൽ, ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെയും കൺട്രോളിൽ നിൽക്കാവുന്നതല്ല ഈ ലഹരി എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളതിനെ ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും അഡിക്റ്റീവ് ആവുക എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടല്ലോ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ അകത്തൊക്കെ അതെടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു ലോജിക്കിൽ നിന്നും അതുപോലെ തന്നെ റിയാലിറ്റിയിൽ നിന്നും ഒക്കെ മാറി നിന്നിട്ടുള്ള ഒരു തോട്ട്സ് ആണ് ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാവുക. ഇപ്പൊ അഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ട് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈ എൻഡിലേക്കാണ് നമ്മളുടെ ഓരോ പ്രവൃത്തികളും എത്തുക. എന്തൊരു പ്രവൃത്തിയുടെയും ഹൈ എൻഡിലേക്ക് പലർക്കും പല രീതിയിലാണ് ഈ ഡ്രഗ്സ് ഒക്കെ ആക്റ്റീവ് ആകുന്നതെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എങ്കിലും സാധാരണ ഏതൊരു മൂഡാണോ ആ ഡ്രഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് അതിന്റെ ഒരു ഹൈ എൻഡിലേക്ക് പോകുന്നതായിട്ടാണ് പഠനങ്ങൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നതെങ്കിൽ അതിന്റെ ആ അഗ്രഷൻ പെട്ടെന്ന് തന്നെ മാറി റിയാലിറ്റിയിലേക്ക് പോകുന്ന ഒരു പരിപാടി നമ്മൾ കാണില്ല. ആ അഗ്രഷൻ അതിന്റെ ഹൈ എൻഡിലേക്ക് എത്തും. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ചിലപ്പോൾ ഒരു പക്ഷെ ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിന്റെ റിയാലിറ്റിയുടെ ആ ഒരു ബോധം തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോ ആ ഒരു അഗ്രഷൻ, അതിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചിലപ്പോ പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്തു പോകും എന്നുണ്ടെങ്കിൽ അത് അവരറിയാതെ തന്നെ ഒരു പക്ഷെ ചെയ്തെന്നും വരാം. പക്ഷെ ഇതൊന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ ന്യായീകരിക്കുന്നതിന്റെ ഒരു കാരണമാകുന്നില്ല. ഡ്രഗ് ഉപയോഗിച്ച് ഞാനത് ചെയ്തത് കൊണ്ട് എന്റെ പ്രവൃത്തി ന്യായീകരിക്കണം എന്നുള്ളത് ഇല്ല. കാരണം ഈ ഡ്രഗ് സ്വയം ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോ പിന്നെ അതിൽ നിന്ന് ഒരു മുക്തി നേടുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നതിന്റെ ആ ഒരു പ്രവൃത്തിയുടെ ലയബിലിറ്റി അദ്ദേഹം തന്നെ വഹിക്കേണ്ടതാണ്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഡ്രഗിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുകയും അതുപോലെ തന്നെ അതിനനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും സാമൂഹിക തലത്തില്, ഈ പഞ്ചായത്ത് തലത്തില് അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റിന്റെ, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി, സ്കൂളിന്റെ സഹായത്തോടുകൂടി, മറ്റ് ഗവൺമെന്റ് മേഖലയിലുള്ള വ്യക്തികളുടെ സഹായങ്ങളും എല്ലാം കൂടിയിട്ട് ഈ ഇതിനെക്കുറിച്ച് എവിടെ നിന്നാണ് ഇതിന്റെ ഡ്രഗ്സിന്റെ ഉറവിടം എന്നുള്ളത് വളരെ വിശദമായിട്ടുള്ള പഠനം നടത്തുകയും എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ വമ്പന്മാരുണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ പോലീസ് സേനയിലുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലുള്ളവരൊക്കെ ഇതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ നിയമം, അതായത് മുഖം നോക്കാതെ, നിയമത്തിന്റെ വഴിയിലൂടെ മുഖം നോക്കാതെ കണ്ടുപിടിച്ച് വളരെ വലിയ ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ ഡ്രഗ്സിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഒരു കുടുംബ ബന്ധങ്ങളെ മാത്രമല്ല, സാമൂഹികപരമായിട്ട് പുതിയ തലമുറയെ, ഒരു സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രഗ്സിന് കഴിയും. നമ്മൾ ഒരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് എന്താ പറയാ, ഡയറക്റ്റ് യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സമൂഹത്തിലേക്ക് നിരന്തരമായി ഒഴുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഒരുവിധം ഈ പുതിയ തലമുറയെ ചിന്തിക്കാത്ത വിധത്തിലുള്ള രീതിയിലുള്ള അതിലാക്കി മാറ്റുന്നതിനും ഒക്കെ ആയിട്ട് കഴിയും. അങ്ങനെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എന്താ പറയാ, നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിന്റെ റെമഡീസ് കണ്ടെത്തുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് അതൊരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടും കൂടെ വേണം. നമ്മളിപ്പോ ലഹരിക്കെതിരെ ഒരു ജാഥ നടത്തിയത് കൊണ്ടോ ഒരു കുറച്ച് പ്രോഗ്രാംസ് വെച്ചത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇതിലില്ല. അതൊക്കെ നമ്മളങ്ങനെ ചെയ്തു അല്ലെങ്കിൽ കാട്ടി, ഇങ്ങനെ പ്രവർത്തികൾ ഇതിനെതിരെ നമ്മൾ നടത്തി എന്നുള്ളത് റെക്കോർഡിക്കലി നമ്മൾക്ക് റെക്കോർഡായിട്ട് വെക്കാമെന്നുണ്ടെങ്കിലും ഇത് നടത്തുന്നത് കൊണ്ട് എന്താണ് നമ്മളുടെ ഡ്രഗ് യൂസ് ചെയ്യുന്ന വ്യക്തികളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ, ആ ഡാറ്റയിൽ കുറവ് വരുന്നുണ്ടോ എന്നുള്ളതാണ് പഠനം നടത്തേണ്ടത്. ഒരു കൊല്ലത്തെ നമ്മളുടെ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തിയിട്ട് അതില് ഔട്ട്കം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഔട്ട്കം വേണ്ടത്ര ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ മെത്തേഡുകൾ കൊണ്ടുവരണം. അങ്ങനെ പുതിയ മെത്തേഡ്, ഇതിനൊക്കെ പഠനം നടത്തണം ആദ്യം. ഈ പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഔട്ട്കം എവിടെയാണ് എങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള പുതിയ പദ്ധതി, ഇവിടെ ഡ്രഗ്സിന്റെ ഇത് നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കുട്ടികൾക്കിടയിലും സമൂഹത്തിലും മറ്റു പല സ്ഥലങ്ങളിലും എന്താ പറയാ, ക്രൈം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വേറൊരു രീതിയിൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതല്ലേ. ആ ഏത് മെത്തഡോളജിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ, റിസർച്ച് പേപ്പേഴ്സ് പരിശോധിക്കുക. പല രാജ്യങ്ങളിലും നല്ല നമ്മളെക്കാൾ മുൻപിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് പോകുന്ന രാജ്യങ്ങളിലെ റിസർച്ച് പേപ്പേഴ്സ് പരിശോധിക്കുക. സോഷ്യോളജിക്കൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സുകൾ പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നമ്മളുടെ ഒരു ചെറിയ പഠനം വിവിധ തലത്തിൽ സമഗ്രമായിട്ട് നടത്തുക. അങ്ങനെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു പഠനം നടത്തി അതിൽ നിന്ന് കൊണ്ടുവരുന്ന ആ റിസൾട്ടിനനുസരിച്ചിട്ട് ആ റിസൾട്ടിന് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഫിനാൻഷ്യലി വലിയൊരു ബാധ്യത ഇതിലേക്ക് ഉണ്ടാവും. അപ്പൊ ഫിനാൻഷ്യലി വലിയൊരു ബാധ്യത ചിലപ്പോൾ വരുമ്പോൾ ഗവൺമെന്റുകൾ ഇത് മാറ്റിവെക്കും. മറ്റു പല കാര്യങ്ങൾക്കും, സർക്കാരിനും മറ്റു പല കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പല പ്രാധാന്യം മറ്റു പല കാര്യങ്ങൾക്കും കൊടുക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കില്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാതെ വരുമ്പോൾ ഒരു പൊതുസമൂഹത്തെ മുഴുവൻ രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസ ഭേദമന്യേ ഇത് ഈ തരത്തിലുള്ള ക്രിമിനാലിറ്റി, ഡ്രഗ്സ് ഒക്കെ ഇങ്ങനെ പതുക്കെ തിന്നുകൊണ്ടിരിക്കും. നിലവിൽ നമുക്ക് ഇവിടെ തറപ്പിച്ച് പറയാൻ പറ്റും, വേണ്ടത്ര രീതിയിലുള്ള പ്രാധാന്യം നിലവില് ആരും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൊടുത്തു കാണുന്നതില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ അവസ്ഥ. ചെറിയ ചെറിയ കാര്യങ്ങൾ ആ സമയത്ത് കാണുന്നു, അത് അപ്പോൾ തന്നെ പരിഹരിക്കപ്പെടുന്നു. ഇത് ഒരു ലോങ് ടേം ആയിട്ട് ഇതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാൻ ഫോം ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഉള്ളതായിട്ട് ഉണ്ടാവാം. പക്ഷെ അത് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ ഒരു പരിശോധനയോ കാര്യങ്ങളോ സൂപ്പർവിഷനോ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് ഇതുപോലെ തന്നെ സ്കൂളുകളിലായാലും സാമൂഹിക തലത്തിൽ എൻ്റെ അഭിപ്രായത്തില് എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ നാട്ടിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും സോഷ്യോളജിസ്റ്റോ, സൈക്കോളജിസ്റ്റോ, ക്രിമിനോളജിസ്റ്റോ അങ്ങനെയുള്ള ആൾക്കാരുകൾ ഒരാളെങ്കിലും അതാത് സ്ഥലങ്ങളിൽ അപ്പോയിന്റഡ് ആവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് സാമൂഹിക തലത്തിലുള്ള ഡെവലപ്മെന്റ് അത് അധികം കാണില്ല. നമുക്കൊരു വ്യവസായം വരുന്നു, പെട്ടെന്ന് കാണാൻ പറ്റും. ഡെവലപ്മെന്റ് വന്നു, പാലം വന്നു, ഇത് വന്നു, അതൊക്കെ പണിത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെന്റ് ആൾക്കാരെ കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മുടെ ക്രൈം റേറ്റ് പരിശോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പരിശോധനകളൊക്കെ നടത്തിയത് കൊണ്ടോ ജനങ്ങളുടെ വെൽഫെയർ, ലിവിങ് കണ്ടീഷൻ പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കത് പെട്ടെന്ന് കാണില്ല. അപ്പൊ അങ്ങനെ കാണാത്തിടത്തോളം കാലം ഒരു പക്ഷേ വിവിധ ഗവൺമെന്റുകൾക്ക് അതിൽ അത്രയും താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിന്റെയൊക്കെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഈ സാധാരണ ഇത്രയും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള സമൂഹത്തിലാണ്. അവർക്ക് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ അങ്ങനെ അറിയാത്തിടത്തോളം കാലം ഇങ്ങനെ ഓരോരുത്തരുടെ ഈ ഇപ്പൊ നമ്മുടെ അയൽവക്കത്തായാലും വീടുകളിലായാലും ഒക്കെ ഈ ഡ്രഗ്സിന്റെ കടന്നുകയറ്റം വരുന്നത് ഇത്തരത്തിലുള്ള ഈ എന്താ പറയാ ഈ വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ അതിനനുസരിച്ചിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.